നീ പുസ്തകം വായിച്ചിട്ടോ ത്വരീഖത്തിന്റെ ക്ലാസ് എടുത്തിട്ടോ വഹദത്തുൽ വുജൂദിനെ ശുഹൂദ് ചെയ്താൽ കുഫ്രിയത്തിലേക്ക് പോകും. അത് ശുഹൂദ് ചെയ്യാനുള്ള അവകാശം എവിടെ നിന്ന് ലഭിക്കണം? വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ വആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. അത് കുതുബുൽ ആലമിൽ നിന്ന് കിട്ടണം. അത് സയ്യിദ് അവറിലൂടെ കിട്ടണം. മുറബിയായ ഷെയ്ഖ്, മുറബി എന്ന് പറയുമ്പോൾ നമ്മൾ കടലാസിൽ നോക്കിയാൽ ഒരു മുറബിയായ ഷെയ്ഖിനിക്ക് ധാരാളം സിഫത്തുകൾ കാണാം. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. അനുഭവത്തിനെതിരെ ഒരു ഖുർആനും ഉണ്ടാകൂല, അനുഭവത്തിനെതിരെ ഒരു ഹദീസും ഉണ്ടാകൂല, അനുഭവത്തിനെതിരെ ഹക്കുണ്ടാവൂല. അനുഭവത്തിനെതിരെ മഹാനായ ഖുതുബുൽ ആലം റഈസു സാഹിദീൻ ഗൗസുൽ ആലം CM വലിയുല്ലാഹി ബാപ്പ ഇപ്പോഴും തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാപ്പയുടെ തർബിയത്ത് 2 സൈസ് ഇപ്പോൾ ഉണ്ട്. ഒന്ന്, നേരിട്ട് തന്നെ തർബിയത്ത് ചെയ്യുന്നുണ്ട്. നേരിട്ട് തന്നെ ഓരോ സെക്കൻഡിലും ഹുളൂറായി വിഷയങ്ങൾ പറഞ്ഞുകൊടുത്ത് വേണ്ടാത്തതിനെ തടഞ്ഞ് വേണ്ടത് നിർദ്ദേശിച്ച് തർബിയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഏതെങ്കിലും അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു സയ്യിദ്, അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഒരാളെ നിർത്തിയിട്ട് അവരിലൂടെ തർബിയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരാളെ ഇടയ്ക്ക് നിർത്തിയിട്ട് തർബിയത്ത് ചെയ്യുമ്പോൾ ഈ നിർത്തപ്പെട്ട ആളെ നമ്മൾ നോക്കണ്ട, അവരെ നമ്മൾ കാണണ്ട, അവരൊരു മൽഹർ മാത്രമാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മഹാനായ സയ്യിദ് അവറുകൾ ഇവിടെ പഠിത്തങ്ങൾ ഇല്ല, ഇവിടെ യഹ്യൽ ബുഖാരി എന്ന് പറയുന്ന ഒരാൾ ഇല്ല. അത് നമുക്ക് ഒരു അഡ്രസ്സിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഈ യഹ്യൽ ബുഖാരി എന്ന് പറയുന്ന ആ സാധനം ഒരു മൽഹർ, ഒരു സ്ക്രീനാണ്. ആ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് യഹ്യൽ ബുഖാരി എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ഏതോ ഒരു ഹയ്യിന്റെ അഫ്ആലുകളല്ല, മഹാനായ ഖുതുബുൽ ആലമിന്റെ അഫ്ആലുകളാണ്. അതുകൊണ്ടാണ് അവിടുന്ന് ഞാൻ ഒരുപാട് തവണ അവിടത്തുമായി ബന്ധപ്പെട്ടു സഹവസിച്ചു. പക്ഷെ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് മുരീദന്മാരെ തർബിയത്ത് ചെയ്യുന്നൊരു ശൈലി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവിടുത്തെ സുഹബത്ത് കൊണ്ടാണ് ഓരോരുത്തരുടെയും കൽബ് അത് തങ്കമായിക്കൊണ്ടിരിക്കുന്നത്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഒരു ഇരുമ്പ് അത് കറുത്ത നിറമായിരിക്കും. വളരെ ഉപയോഗിക്കപ്പെടാണ്ട് എവിടെയോ മഴയത്തിട്ട ഒരു ഇരുമ്പ്, അതായത് കറുപ്പ് നിറം, അതിനെ എടുത്ത് തീയിലിട്ടാൽ, തീയിൻ്റെ സുഹബത്ത് ഇരുമ്പിന് കിട്ടിയാൽ ഒരു വാലും തീ പറയണ്ട, ഒരായത്ത് മോദിക്കൊടുക്കണ്ട, ഒരു ദിക്റ് കേൾക്കുകയും ഈ തീ നടത്തണ്ട. ഈ സുഹബത്ത് കൊണ്ട് മാത്രം ഈ ഇരുമ്പിന് ആ തീയുടെ വസ്ഫ് നമുക്ക് കാണാം. ആ സുഹബത്തിൽ നിന്ന് പിൻവലിക്കുന്ന സമയത്ത് ഈ വസ്ഫ് നഷ്ടപ്പെട്ടു പോകും. അതാണ് നേരത്തെ നമ്മളെ ഉദ്ഘാടകൻ തങ്ങളവറുകൾ പറഞ്ഞത്, എൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോയാലും എൻ്റെ കൽബിൽ നിന്ന് മറഞ്ഞിട്ടില്ല, കൽബിലുള്ള കാലത്തോളം സുഹബത്ത് മുറിഞ്ഞു പോകില്ല. അപ്പൊ ആ സുഹബത്തിലുണ്ടാകുന്ന ഒരു ഇരുമ്പ് തീയാകാൻ സുഹബത്ത് കൊണ്ടേ കഴിയൂ. അതേസമയത്ത് നിങ്ങൾ ഈ ഇരുമ്പിനെ വെച്ചിട്ടൊന്ന് പ്രസംഗിച്ചോക്ക്, ഒരു 40 വായലീങ്ങള എല്ലാ ജില്ലക്കാരെയും കൊണ്ടുവന്നിട്ട് വാല് പറയിപ്പിക്കുക, ഇരുമ്പേ, പൊന്നിരുമ്പേ, മുത്തിരുമ്പേ, കൺമണി നായകമേ, നീയൊന്ന് തീയായി മാറണേ എന്ന് പറഞ്ഞ് വാല് പറഞ്ഞാൽ എന്ത് തീ?